നമസ്കാരം. എല്ലാവർക്കും ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീ എം. എപ്പിസോഡ് 4 യോഗി ഗോപാലസ്വാമിയുമായുള്ള കൂടിക്കാഴ്ച. യോഗി ഗോപാലസ്വാമിയുമായുള്ള അവിചാരിതമായ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചാണ് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ആത്മീയ ഉന്നതി നേടിയ ഒരു മഹാനായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് എൻ്റെ ഭവനത്തിൽ നിന്ന് അത്ര അകലെ അല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ 5ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൽ 5ാം ക്ലാസ്സിന് ശേഷം ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. അതുകൊണ്ട് എന്നെ തുടർന്ന് പഠിക്കുന്നതിന് മോഡൽ സ്കൂളിലാണ് ചേർത്തത്. മോഡൽ സ്കൂൾ സ്ഥാപിച്ചത് ഇംഗ്ലീഷുകാരനായ മിസ്റ്റർ ക്ലാർക്ക് ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. പ്രസ്തുത സ്കൂൾ നിർമ്മിക്കപ്പെട്ടത് പഴയ ഇംഗ്ലീഷ് പബ്ലിക് സ്കൂളിൻ്റെ മാതൃകയിൽ ചുവന്ന ഇഷ്ടികയും ഗ്രാനൈറ്റും കൊണ്ടായിരുന്നു. വിശാലമായ മൈതാനവും സ്കൂളിൻ്റെ സവിശേഷതയാണ്. ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ സ്കൂൾ അധ്യാപനത്തിൽ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നത് കൂടാതെ സംഗീതം, നാടകം, കലകൾ, പ്രവൃത്തി വൈദഗ്ധ്യം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പ്രാവീണ്യം ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകം വകുപ്പുകൾ സജ്ജമാക്കിയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെയായിരുന്നു സ്കൂൾ. വളരെയധികം ആൺകുട്ടികൾ ഒരുമിച്ചാണ് നടന്ന് സ്കൂളിൽ പോയിരുന്നത്. ഞാനും ആ സംഘത്തിൽ ഒരാളായിരുന്നു. പലതരം നേരം പോക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവരിൽ സീനിയറായ 2 പേർ എൻ്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് താമസിച്ചിരുന്നത്. അവരിരുവരും സഹോദരന്മാരായിരുന്നു. നല്ലവരുമായിരുന്നു. പഠിത്തത്തിലും വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്ന അവർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിപ്പാർത്ത കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ അച്ഛൻ്റെ പേര് അനന്തനാരായണ പിള്ള എന്നായിരുന്നു. പോലീസ് വകുപ്പിൽ ചെറുകിട ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞിരുന്നു. കുട്ടികളുടെ അമ്മയുടെ പേര് കമലമ്മ എന്നായിരുന്നു. സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു അവർ. 2 പേരിൽ മൂത്തയാളിൻ്റെ പേര് മാർത്താണ്ഡ പിള്ള എന്നാണ്. എല്ലാവരും അയാളെ പെരിയ തമ്പി എന്ന് വിളിച്ചിരുന്നു. ഇളയ സഹോദരൻ്റെ പേര് ശിവാനന്ദ പിള്ള എന്നാണ്. എല്ലാവരും ഇളയ സഹോദരനെ ചിന്നത്തമ്പി എന്ന് വിളിച്ചിരുന്നു. മാർത്താണ്ഡ പിള്ള പഠിക്കാൻ മിടുക്കനായിരുന്നു. പിൽക്കാലത്ത് നല്ല ഒരു ന്യൂറോളജിസ്റ്റ് ആയി തീർന്നു അദ്ദേഹം. മുമ്പ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് അനന്തപുരി എന്ന പേരിൽ സ്വന്തമായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നടത്തുന്നുണ്ട്. അനുജൻ ശിവാനന്ദ പിള്ള എഞ്ചിനീയറായി. അദ്ദേഹം തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സീനിയർ എഞ്ചിനീയറായി വിരമിച്ചു. അവരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും ഇല്ലായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലായിരുന്നു 2 പേരും തങ്ങളുടെ ഗ്രഹപാഠങ്ങൾ ചെയ്തിരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. വിശാലമായ പുരയിടമുള്ള ഒരു ചെറിയ വീട്ടിലാണ് പെരിയ തമ്പിയും ചിന്നത്തമ്പയും താമസിച്ചിരുന്നത്. പുരയിടത്തിൻ്റെ ഒരു ഭാഗത്ത് തടിക്കച്ചവടം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. അവിടെ കത്തിക്കാനുള്ള വിറകും വിറ്റിരുന്നു. ശ്രീ അനന്തനാരായണൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വിറക് കച്ചവടം തുടങ്ങിയിരുന്നു. അന്നൊക്കെ വീട്ടാവശ്യത്തിന് കത്തിക്കാനായി വിറകാണ് ഉപയോഗിച്ചിരുന്നത്. അവരെയെല്ലാം അറിയാൻ ഇടയാകുന്നത് അവിടെ നിന്ന് വിറക് വാങ്ങാൻ തുടങ്ങിയത് മുതലാണ്. പിന്നീട് അവരെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അവർ കേരളത്തിലേക്ക് വന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നിന്നായിരുന്നു. എൻ്റെ അമ്മയുടെ അപ്പൂപ്പനും കന്യാകുമാരി ജില്ലക്കാരനായിരുന്നു. അതിനാൽ 2 കുടുംബങ്ങളും തമ്മിൽ പരിചിതരായിരുന്നു. 2 തമ്പിമാരെയും കാണാൻ വേണ്ടി ഞാൻ ദിവസവും അവരുടെ വീട്ടിൽ പോകാൻ തുടങ്ങിയതോടെ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ആക്കം കൂട്ടി. എന്നും അവരെയും കൂട്ടിക്കൊണ്ടായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നതും മടങ്ങി വന്നിരുന്നതും. അവരുടെ അമ്മ കമലമ്മ എന്ന മഹതി ദയാലുവായിരുന്നു. അവർക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അന്ന് കാഴ്ചയിൽ ഞാൻ സുന്ദരനും എൻ്റെ കവിൾത്തടങ്ങൾ തടിച്ചു കൊഴുത്തവയുമായിരുന്നു. ഞാൻ രാവിലെ നടന്ന് അവരുടെ വീട്ടിലെത്തുമ്പോൾ ചുവന്നിരുന്ന എൻ്റെ കവിൾത്തടത്തെ വിരലുകൾ കൊണ്ട് തട്ടി നോക്കിയിട്ട് അവർ മകളോട് പറയുമായിരുന്നു, അയ്യോ പാവം കൊച്ച്, കൊച്ചിൻ്റെ മുഖം തക്കാളി പോലെ ചുവന്നുപോയല്ലോ. ധാരാളം അംഗങ്ങളുള്ള കുടുംബമായിരുന്നു അവരുടേത്. നേരത്തെ സൂചിപ്പിച്ച 2 ആൺകുട്ടികളെ കൂടാതെ ഗോപാൽ എന്നു പേരുള്ള ഇളയ സഹോദരനും അവർക്കുണ്ടായിരുന്നു. അവരുടെ അച്ഛനമ്മമാരും സഹോദരിമാരായ ശ്യാമളയും തങ്കവും ആ ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു.
അവരുടെ മൂത്ത സഹോദരിയായ ശാന്തയെ കൊലുസുപിള്ള എന്ന ഒരാൾ വിവാഹം കഴിക്കുകയും സുചീന്ദ്രത്ത് താമസമാക്കുകയും ചെയ്തിരുന്നു. വീട്ടിലുണ്ടായിരുന്ന 2 പേരിൽ മൂത്തവളായ ശ്യാമള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി നോക്കിക്കൊണ്ടിരുന്നു. ഇളയ സഹോദരിയായ തങ്കം അപ്പോഴും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്യാമളയെ അവളുടെ മുറച്ചകൃക്കനായ രാമസ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്ത ബിരുദം നേടിയ ആളും കേരള ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കുന്ന ആളുമായിരുന്നു. ഒരു തരത്തിൽ അഭിവന്ദ്യനായ ഗോപാലസ്വാമിയെ കാണാൻ അവസരമൊരുക്കിയത് ശ്രീ രാമസ്വാമിയാണ്. ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷും ചരിത്രവും സയൻസും നന്നായി അറിയാമായിരുന്നു. എന്നാൽ ഗണിതശാസ്ത്രത്തിൽ താല്പര്യം കുറവായിരുന്നു. പുതിയ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പാഠപദ്ധതി കുറച്ചുകൂടി വിഷമകരമായി തോന്നി. കണക്കായിരുന്നു ഏറ്റവും വിഷമം പിടിച്ചത്. വിഷയത്തോടുള്ള പ്രതിപത്തി കാരണം എനിക്ക് കണക്ക് പറഞ്ഞു തരാമെന്ന് രാമസ്വാമി ഏറ്റു. ചെറിയ ഫീസ് കൊടുത്തിരുന്നത് വൈമനസ്യത്തോടെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പണത്തെ മോഹിച്ചല്ലായിരുന്നു അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. ആഴ്ചയിൽ 3 ദിവസം വൈകുന്നേരത്ത് പിള്ളയുടെ വീട്ടിൽ വച്ചായിരുന്നു ക്ലാസ്. ഒരു ദിവസം വൈകുന്നേരം പുസ്തകങ്ങളുമായി ട്യൂഷൻ ക്ലാസ്സിന് ചെന്നപ്പോൾ രാമസ്വാമി സാർ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. അന്ന് ക്ലാസ് ഉണ്ടായിരിക്കുകയില്ലെന്ന് സാറും എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് ചില പരിപാടികൾ ഉണ്ടെന്നും പിറ്റേന്ന് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, നാളെ വരാം സാർ. വീട്ടിൽ പോയി കളിക്കാമല്ലോ എന്നോർത്തുകൊണ്ടാണ് സന്തോഷിച്ചത്. എങ്കിലും ഞാൻ പെരിയ തമ്പിയും ചിന്നത്തമ്പിയും എവിടെയാണെന്ന് അന്വേഷിച്ചു. അവർ അകത്തുണ്ടെന്നും ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള കൗതുകം തോന്നി. അകത്ത് എന്തൊക്കെയോ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്നേരം ഹൃദ്യമായ സുഗന്ധം പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. അകത്ത് പതിഞ്ഞ സ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നതും കേൾക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും ശ്യാമളയും അവളുടെ അച്ഛനമ്മമാരും ചിന്നത്തമ്പയും വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ നേരിട്ട് ചോദിച്ചറിയാനുറച്ചു. ഞാൻ ആരാഞ്ഞു, നല്ല സുഗന്ധം, ഇവിടെ എന്താണ് നടക്കുന്നത്? അന്നേരം അവിടെ ആകെ നിശബ്ദത കളിയാടി. ഓരോരുത്തരും അന്യോന്യം നോക്കി. ഒടുവിൽ അമ്മയാണ് സംസാരിച്ചത്. സ്വാമി വന്നിട്ടുണ്ട്, നിനക്ക് അദ്ദേഹത്തെ കാണണോ? സ്വാമി എന്ന പദം പൊതുവെ ബ്രാഹ്മണരെ സംബോധന ചെയ്യുന്നതിന് ഉപയോഗിക്കാറുണ്ട്. ശബരിമലയിൽ പോകാൻ വേണ്ടി വ്രതമെടുത്ത് കറുത്ത വേഷം ധരിക്കുന്ന ഭക്തന്മാരും സ്വാമിയെന്നും അയ്യപ്പസ്വാമിയെന്നും അറിയപ്പെടുന്നു. ഇത് ഏതു തരത്തിലുള്ള സ്വാമിയാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തായാലും ഉള്ളിൽ ചെന്ന് സ്വാമിയെ ദർശിക്കാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കാണണം. അല്പസമയം കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രീ അനന്തനാരായണൻ ഉള്ളിലേക്ക് കയറി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന് പറഞ്ഞു, അകത്തേക്ക് വരൂ. ഞാൻ അകത്തേക്ക് കടന്നു. ചെറിയ മുറിയുടെ മധ്യഭാഗത്ത് നല്ല ഒത്ത ശരീരമുള്ള പ്രായം ചെന്ന ഒരാൾ കൈയുള്ള കസേരയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകൾ നിലത്തുള്ള ഒരു ചെറിയ പീഠത്തിൽ വെച്ചിരുന്നു. അദ്ദേഹം വെള്ള നിറത്തിലുള്ള വരകളുള്ള അരക്കയ്യ നീല ഷർട്ടും കരയില്ലാത്ത വെളുത്ത മുണ്ടുമാണ് ധരിച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നരച്ച മുടി പറ്റെ വെട്ടിയിരുന്നു. ചതുരാകൃതിയിലുള്ള താടിയെല്ലും ആകർഷകമായ മുഖം കണ്ടാൽ കുറേ നാളായി ഷേവ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു. ഏതാനും ആഴ്ചകൾ പഴക്കമുള്ള വെളുത്ത നിറമുള്ള കുറ്റിമുടികൾ താടിയെല്ലിനെയും കവിളുകളെയും മേൽചുണ്ടിനെയും പൊതിഞ്ഞിരുന്നു. ഒരു കാര്യമൊഴിച്ചാൽ എല്ലാം സാധാരണ മട്ടിൽ തന്നെയായിരുന്നു. വ്യത്യസ്തമായി തോന്നിയത് കമ്പി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യത്തോടെയുള്ള നിവർന്നിരുപ്പാണ്. പിന്നീട് എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്കാണ്. അതുപോലെ തുളച്ചു കയറുന്ന തീക്ഷ്ണമായ നോട്ടം അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും അപ്പോൾ ഞാൻ എൻ്റെ ദേഹത്ത് വസ്ത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ആ നോട്ടം ഒരു എക്സ്റേ എടുക്കുന്ന മട്ടിലാണെന്ന് തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ നോട്ടം എന്നിലൂടെ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിരുന്നു. ഞാൻ വിചാരിച്ചു, ഭഗവാനെ, ഈ മനുഷ്യൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നു. അന്നേരം അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, വരൂ. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ സ്വരം മൃദുവായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് കസേരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. അദ്ദേഹം തുടർന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൻ്റെ വലത് കൈ എൻ്റെ നേർക്ക് നീട്ടി എൻ്റെ നെറ്റിയിൽ തൊട്ടു. ഒരു നിമിഷാംശം മാത്രം തൊട്ടതിന് ശേഷം കൈ പിൻവലിച്ചു. അവാച്യമായ ആനന്ദാനുഭൂതിയുടെ തിരകൾ എൻ്റെ നെറ്റിയിൽ അലയടിച്ചുയർന്നുകൊണ്ട് എൻ്റെ ശരീരത്തെ മുഴുവൻ ഗ്രസിച്ചു. മിക്കവാറും എല്ലാ രാത്രികളിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിരുന്ന അനുഭൂതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ അനുഭവം.
ആർത്തിരമ്പുന്ന അലക്കടൽ പൊടുന്നനെ നിലച്ചതുപോലെയും കടലിൻ്റെ ഉപരിതലം ഓളങ്ങളില്ലാത്ത കായൽ പോലെ പ്രശാന്തമായതും പോലെയും തോന്നി എന്നു മാത്രമേ എനിക്കിത് വിവരിക്കാൻ കഴിയൂ. ഒരു ബാഹ്യ ശബ്ദവും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഹൃദയാന്തർഭാഗത്തെ അഗാധയിൽ നിന്ന് അജ്ഞാതമായ ജപം കേൾക്കുകയുണ്ടായി. എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകാൻ തുടങ്ങി. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നിലത്തുറയ്ക്കാത്ത പാദങ്ങളോടെ ഞാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങവേ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് ആരോ പറഞ്ഞു, നമിക്കൂ, അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിക്കൂ. അപ്പോഴേക്കും ഞാൻ വാതിലിനടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഉടനെ മറ്റുള്ളവർ ചെയ്തതുപോലെ വാതിൽപ്പടിയിൽ സ്പർശിക്കുകയും എന്നിട്ട് എൻ്റെ കൈ ശിരസിൽ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തു. അദ്ദേഹത്തെ പിന്നീട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. വളരെ വേഗത്തിലാണ് ഓടിയത് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിൽ എത്തിച്ചേർന്നു. ഞാൻ വീട്ടിനുള്ളിലേക്ക് കടക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ചുറ്റുമതിലിനോട് ചേർന്ന ഇടനാഴിയിലൂടെ ഞാൻ അതിവേഗം പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് അവിടെ ഇരുന്നു. അപ്പോഴേക്കും ആനന്ദാനുഭൂതി നിലച്ചു. എൻ്റെ സവിശേഷമായ നിശബ്ദത കുറച്ച് സമയത്തേക്ക് കൂടി തുടർന്നു. പക്ഷേ നിശബ്ദതയെ ബന്ധിച്ചുകൊണ്ട് പുറകുവശത്തെ വാതിലിനടുത്തു നിന്നും അമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. ഇന്ന് എന്തു പറ്റി? ട്യൂഷൻ ഇല്ലായിരുന്നോ? എൻ്റെയും മറുപടി ഉറക്കെയായിരുന്നു. ഇന്ന് ട്യൂഷൻ ഇല്ല, അമ്മ തുടർന്നു പറഞ്ഞു. ഒന്ന് വല്ലതും കഴിച്ചിട്ടു പോ. ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ഇതാ വരുന്നു. അമ്മ എപ്പോഴും എനിക്ക് തരുന്നതിൽ താല്പര്യമെടുത്തിരുന്നു. അടുത്ത ദിവസം ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോയപ്പോൾ രാമസ്വാമി സാറും മറ്റുള്ളവരും കഴിഞ്ഞ ദിവസം എനിക്ക് എന്ത് സംഭവിച്ചു എന്ന ആകാംക്ഷയോടെ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിൽ പല രഹസ്യങ്ങളും സംഭവിക്കാറുണ്ടായിരുന്നു. കമിതാക്കൾക്ക് സംഭവിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളായിരുന്നു അവയൊക്കെ. സ്വർണവും അമൂല്യങ്ങളായ വൈരക്കല്ലുകളും മറ്റും ഭദ്രമായി ഖജനാവിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ രഹസ്യമായി വെക്കേണ്ടവയാണ്. ഉചിതമായ സമയത്തു മാത്രം മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പ്രകടമാക്കേണ്ടവയാണത്. പിള്ളൈ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലപിള്ള എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞു. അവർ അദ്ദേഹത്തെ ആദരവോടെ ഗോപാലസ്വാമി എന്നാണ് വിളിക്കാറുള്ളത്. അനേകം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുടെ ഒരു ശേഖരം പ്രഭു എന്ന ഒരാൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് കാണാനിടയായി. അരുൾമൊഴികൾ എന്നാണ് സമാഹാരത്തിന് നൽകിയിരിക്കുന്ന പേര്. ഞാൻ ആ പുസ്തകം ഒന്ന് ഓടിച്ചു മറിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ പേജിൽ എൻ്റെ ദൃഷ്ടി പതിച്ചു. ആ പേജിൽ അദ്ദേഹം എപ്പോഴും ഉരുവിടാറുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയവചനങ്ങൾ ഉണ്ടായിരുന്നു. ആനന്ദോഹം ആനന്ദോഹം, അജലപരോഹം അജലപരോഹം. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഏകദേശം 6 വർഷം മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഉരുവിട്ട അതേ വാക്കുകളാണ് പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ അല്പസമയത്തേക്കാണെങ്കിൽ പോലും ആശയം അനുഭവവേദ്യമായി. ആനന്ദോഹം ആനന്ദോഹം, അജലപരോഹം അജലപരോഹം, ഞാൻ ആനന്ദമാണ്, ഞാൻ ആനന്ദമാണ്. ശ്രദ്ധ വ്യതിചലിക്കപ്പെട്ടിട്ടില്ല, ശ്രദ്ധ വ്യതിചലിക്കപ്പെട്ടിട്ടില്ല. തെക്കൻ തിരുവിതാംകൂറിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് 1900 ആഗസ്റ്റ് മാസത്തിലാണ് ഗോപാലപിള്ള ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് കുന്നിപ്പറമ്പ് വീട്ടിൽ കൊച്ചു കുഞ്ഞമ്മ എന്നാണ്. ശ്രീ നാരായണപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിന് മുതിർന്ന 2 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. പിന്നീട് കുടുംബം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. മൂത്ത സഹോദരനായ ശങ്കരപിള്ളയാണ് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഹെഡ്മാസ്റ്റർ പദവിയിൽ നിന്ന് വിരമിച്ച വിദ്വാൻ ശ്രീ വരാഹം EV പിള്ള ഗോപാലപിള്ളയുടെ ബാല്യകാല സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഗോപാലപിള്ളയുടെ ജീവിത രീതി തികച്ചും വിചിത്രമായിരുന്നു. അദ്ദേഹം എത്രയോ മണിക്കൂർ തുടർച്ചയായി കണ്ണു തുറന്നു വെച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകിയിരിക്കും. ഇടയ്ക്കിടെ സമാധിയിലാകും. അദ്ദേഹത്തിന് 12 വയസ്സായിരുന്നപ്പോൾ ഒരിക്കൽ നട്ടുച്ച സമയത്ത് സൂര്യനെ നോക്കിക്കൊണ്ട് പിൻഭാഗം വില്ലുപോലെ വളച്ച് കാലുകൾ കുറുകെ പിണഞ്ഞുകൊണ്ട് ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ഈ വിവരം അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായ ശങ്കരപിള്ളയെ അറിയിച്ചു. അദ്ദേഹം മറുപടി കുറിപ്പ് കൊടുത്തയച്ചു. ആരും ഇടപെടരുത്, അയാൾക്കിഷ്ടമുള്ളത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് 20 വയസ്സായി. എന്നിട്ടും സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ്സായിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗോപാലസ്വാമി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പാസ്സാകാൻ കഴിയും. പക്ഷെ എന്തിനു വേണ്ടി? എന്തായാലും പണത്തിനു വേണ്ടിയോ ലാഭത്തിനു വേണ്ടിയോ ജോലി ചെയ്യുകയില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
എന്നെ ആരെങ്കിലും സംരക്ഷിച്ചു കൊള്ളും. അതിനുശേഷം അദ്ദേഹം സ്കൂളിൽ പോകുന്നത് മതിയാക്കി. ഗോപാലപിള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വിചിത്രമായ പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് താൽപ്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്ന് മുട്ടത്തറ ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് ശ്രീ നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ആ സ്ഥലം പതിവായി സന്ദർശിച്ചിരുന്നു. എത്രയോ ഏക്കർ വിസ്തീർണമുള്ള മുട്ടത്തറയിലെ സസ്യശ്യാമളമായ നെൽപ്പാടങ്ങളിലൂടെ ശ്രീ നാരായണ ഗുരു നടക്കും. പാടങ്ങൾ അവസാനിക്കുന്നിടത്ത് കടൽ തീരത്തിലെ നല്ല പോലെ വെളുത്ത മണൽക്കുന്നുകളുള്ള മണൽ പ്രദേശം തുടങ്ങും. പിന്നെയും മുമ്പോട്ട് പോകുകയാണെങ്കിൽ കടും നീല നിറമുള്ള അറബിക്കടൽ കാണാൻ കഴിയും. ചില സമയങ്ങളിൽ തിരമാലകൾ ഇരമ്പിക്കൊണ്ട് പൊങ്ങി മറിയുന്നതും കാണാം. ചിലപ്പോൾ മണത്തിട്ടകളിലേക്ക് തിരകൾ ശാന്തമായി അടിയുന്നതും കാണാം. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ EV പിള്ള അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹവുമൊത്ത് EV പിള്ള മുട്ടത്തറയിൽ പോയിട്ടുണ്ട്. നെൽപ്പാടങ്ങളിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചർച്ചാ വിഷയം വേദാന്തമായിരുന്നു. ഒരിക്കൽ മണൽക്കുന്നിൽ അദ്ദേഹം ഒരിടത്ത് നിശബ്ദനായിരുന്നു. അദ്ദേഹം വീരാസനത്തിലാണ് ഇരുന്നത്. അദ്ദേഹത്തിന് കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് നിശ്ചലനായി മണിക്കൂറുകളോളം ഇരിക്കാൻ കഴിയും. ധ്യാനാവസ്ഥയിൽ നിന്ന് ഉണർന്നതിനു മുമ്പ് അദ്ദേഹം ചിലപ്പോൾ വിചിത്രമായ രീതിയിൽ മുറുമുറുക്കുകയും ചിലപ്പോൾ ഒരു കാരണവും കൂടാതെ ഉറക്കി ചിരിക്കുകയും ചെയ്യും. അത് കണ്ട് പലപ്പോഴും EV പിള്ള പേടിച്ചിട്ടുണ്ട്. EV പിള്ള രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സംഭവമുണ്ട്. മുട്ടത്തറയ്ക്ക് അപ്പുറം പൂന്തുറയ്ക്ക് സമീപത്ത് പൂർണ്ണമായും വിജനമായ കാട്ടുപ്രദേശമുണ്ടായിരുന്നു. ആ സ്ഥലത്തിനെ ഒറ്റപ്പനമൂട് എന്ന് വിളിക്കും. ഒരു കാലത്ത് ആ സ്ഥലം ഉപയോഗിച്ചിരുന്നത് സെൻട്രൽ ജയിലിലെ ആരാച്ചാർ കൊല്ലുന്ന ശവങ്ങളെയും ഗവൺമെൻറ് മോർച്ചറിയിലെ അവകാശങ്ങളില്ലാത്തതും ചീഞ്ഞളിഞ്ഞതുമായ ശവങ്ങളെയും കൊണ്ടിടാൻ വേണ്ടിയായിരുന്നു. ഒരു ദിവസം ഉച്ച സമയത്ത് EV പിള്ള ഗോപാലസ്വാമിയോടൊപ്പം അവിടേക്ക് പോയി. അവിടെ ആ സമയത്ത് ചുക്കിച്ചുളിഞ്ഞ ജട കെട്ടിയ തലമുടിയുള്ള വൃദ്ധനായ ഒരാൾ ചുട്ടുപഴുത്ത മണലിൽ നഗ്നനായി ഇരിക്കുന്നത് കണ്ടു. ഗോപാലപിള്ളയും ആ വിചിത്ര ജീവിയും പരസ്പരം പുണർന്നു. EV പിള്ളയോട് ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിൽ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കുറച്ച് അകലെയുള്ള പനകൾ നിറഞ്ഞ തോട്ടത്തിലേക്ക് പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞ് ക്ഷീണിതനും ഉത്കണ്ഠാകുലനുമായ EV പിള്ള തോട്ടത്തിലേക്ക് ചെന്നു. തോട്ടത്തിൽ വെച്ച് അവർ രണ്ടുപേരും അടുത്തടുത്ത് കിടക്കുന്നത് കണ്ടു. രണ്ടുപേരും ഗാഠ നിദ്രയിലായിരുന്നതുപോലെ തോന്നി. EV പിള്ള അവരുടെ തൊട്ടടുത്ത് എത്തിയപ്പോൾ ഞെട്ടലോടെ ചാടി എണീറ്റു. ഗോപാലപിള്ള EV പിള്ളയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഗോപാലസ്വാമിയും ആ വിചിത്ര മനുഷ്യനും തമ്മിൽ കൂടെ കാണുമായിരുന്നു. ആ വൃദ്ധനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിശബ്ദതയായിരിക്കും മറുപടിയുടെ രൂപത്തിൽ കിട്ടിയിരുന്നത്. അനേകം വർഷങ്ങൾക്ക് ശേഷം ആധ്യാത്മികാന്വേഷകരുടെ ഒരു ചെറിയ വൃത്തത്തിൽ ഗോപാലപിള്ള ഗോപാലസ്വാമി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹം അർദ്ധരാത്രിയിൽ അവർക്ക് വേണ്ടി ക്ലാസുകൾ എടുക്കുമായിരുന്നു. പലപ്പോഴും ഹോമിയോപ്പതി ക്ലിനിക്കിൽ വെച്ചായിരുന്നു ക്ലാസ് എടുത്തത്. ക്ലാസുകളിൽ വേദാന്തത്തിലെ പരമസത്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ചർച്ചകൾ സമാഹരിച്ച് പിന്നീട് അരുൾമൊഴികൾ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഗോപാലസ്വാമി പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു സ്ഥലം സമാധിത്തോട്ടമായിരുന്നു. അത് ശ്രീരാമദാസ് സ്വാമിയുടെ ശവകുടീരമാണ്. തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന ആയിരം തിരുനാൾ 1805 മുതൽ 1880 വരെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ജലന്ധർ യോഗി ഹരിഹര ബ്രഹ്മശാസ്ത്രിയുടെ ഗുരുവായിരുന്ന രാമദാസ് സ്വാമി. അതൊരു ജീവസമാധിയായിരുന്നു. എന്നുവച്ചാൽ യോഗി ശവകുടീരത്തിലേക്ക് സ്വമേധയാ ജീവനോടെ കയറി ചെല്ലുകയും ശിഷ്യന്മാർ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ശവകുടീരം അടയ്ക്കുകയും ചെയ്യുന്നു. ഗോപാലസ്വാമി ഔപചാരികമായി നടത്തിയ അവസാനത്തെ പൂജ സമാധിത്തോട്ടത്തിൽ വച്ചായിരുന്നു. അദ്ദേഹം തൻ്റെ അനുയായികളോട് അത് സമാധിത്തോട്ടത്തിലേക്കുള്ള തൻ്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അടുത്ത ദിവസം അദ്ദേഹത്തിന് കലശലായ വയറ്റുവേദന അനുഭവപ്പെട്ടു. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. വളരെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വൈമനസ്യത്തോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ അദ്ദേഹം സമ്മതം പൊളിയത്. ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഒരു ശസ്ത്രക്രിയ കൂടി ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രവചിച്ചതുപോലെ തന്നെ ഡോക്ടറും രണ്ടാമതൊരു ശസ്ത്രക്രിയ കൂടി വേണ്ടിവരുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഗോപാലസ്വാമി തൻ്റെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ദീർഘമായ ശ്വാസമെടുക്കുകയും പിറകോട്ട് വീഴുകയും ചെയ്തു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവർ അദ്ദേഹം അഗാധമായ ധ്യാനത്തിലായിരിക്കുമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറും അനസ്തേഷ്യ കൊടുക്കുന്ന ആളും അദ്ദേഹത്തെ മരിച്ച നിലയിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അത് സംഭവിച്ചത്
1960 മാർച്ച് മാസം 8-ാം തീയതിയായിരുന്നു. ഇതോടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരി ഓം.